അങ്കമാലി കറുകുറ്റി കരിപ്പാലയിൽ 6 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെയാണ് കഴുത്തിന് മുറിവേറ്റ നിലയിൽ രാവിലെ 9 മണിയോടുകൂടി കാണപ്പെട്ടത്. അച്ഛൻ ചോരയിൽ കുളിച്ചു കിടക്കുന്ന കുഞ്ഞിനെ കണ്ടതോടെ ഉടൻ തന്നെ ഓടി വന്ന് വാരിപ്പുണർന്ന് കരയുകയായിരുന്നു. കരച്ചിൽ കേട്ട് അയൽവാസി മണിയാണ് അടുത്തേക്ക് ഓടിയെത്തിയത്. രാവിലെ 9 മണിക്ക് ഓഫീസിൽ പോകാൻ വേണ്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഭയങ്കര കരച്ചിൽ കേട്ട് അപ്പോൾ അവിടുത്തെ ചേച്ചി വയ്യാണ്ടിരിക്കുക. അപ്പോൾ തീരെ വയ്യാതിരിക്കുന്ന കാരണം അതിനെന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചിട്ടായിരിക്കും കരയണമെന്ന് വെച്ചിട്ട് ഞാൻ നേരെ അങ്ങോട്ട് ചെന്നപ്പോൾ മുറ്റത്ത് അവിടുത്തെ കുഞ്ഞു കൊച്ചിനെ എടുത്തുകൊണ്ട് അതിൻ്റെ അച്ഛൻ മാറോട് ചേർത്ത് മുട്ടൂത്തി നിൽക്കുക അവിടെ. അപ്പോൾ ഭയങ്കര ബ്ലഡ് കുളിച്ചിട്ടുണ്ട്. കൊച്ചിനെ തലേന്ന് തുടങ്ങി ഭയങ്കര ബ്ലഡ് ഉണ്ട്. അപ്പോൾ എന്തോ അത്യാവശ്യം വെച്ചത് മനസ്സിലായി. കൊണ്ട് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കുട്ടി നിലത്ത് കട്ടുമെന്ന് വീഴ് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചാൽ എന്താ പറ്റിയെന്ന് വെച്ച് പറഞ്ഞു എന്തോ കടിച്ചാണെന്ന് തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല, നേരെ ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നു. എൻ്റെ വീട്ടിൽ നിന്ന് കാർ എടുത്തിട്ട് ഞാൻ അപ്പോൾ തന്നെ അവരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ചെയ്തത്. അപ്പോൾ അച്ഛനും കൊച്ചിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, തൊട്ടടുത്തുള്ള സച്ചു എന്നാണ് പയ്യനുണ്ടായിരുന്നു. ഉടൻ തന്നെ കുട്ടിയുമായി ആശുപത്രിയിൽ എത്തിയെങ്കിലും ഡോക്ടർമാർ പറഞ്ഞു ഈ മുറിവ് ആഴമേറിയതാണ് എന്നും ഇത് മറ്റെന്തോ കടിച്ചതൊന്നുമല്ല, ഇതെന്തോ ആയുധം കൊണ്ടുണ്ടായതാണ് എന്ന കാര്യം കുടുംബത്തെ ധരിപ്പിച്ചു. തുടർന്ന് ആകെ അങ്കലാപ്പിലായി അവർ. എന്നിട്ട് മറ്റൊരു കാര്യം കൂടി ചോദിച്ചു, വീട്ടിൽ ആരെങ്കിലും മാനസിക അസ്വാസ്ഥ്യമുള്ള ഉണ്ടോ എന്ന്. ആ ചോദ്യമാണ് അവരെ ആകെ അലച്ചത്. അപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് തന്നെ കൊച്ചിൻ്റെ കഴുത്ത് മുറിഞ്ഞിട്ടുണ്ട്, നല്ല മുറിവുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു മാനസിക ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളില്ല, ഒരു അമ്മമ്മ ഇച്ചിരി വയ്യാണ്ടിരിക്കുന്നുണ്ട്, കുട്ടിയുടെ അമ്മമ്മ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ പറയണത് കഴുത്ത് ഭയങ്കരമായിട്ട് മുറിച്ചേക്കിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. രാവിലെ വീട്ടിലെ ജോലികളും മറ്റും ചെയ്യേണ്ടതിനാൽ കുട്ടിയെ മുത്തശ്ശിയുടെ അടുത്താണ് അമ്മ കിടത്തിയിട്ട് പോയത്. ഈ മുത്തശ്ശിയുടെ പറ്റ കിടന്ന കുട്ടിയുടെ മേത്താണ് ഈ മുറിവുണ്ടായതും പിന്നീട് വലിയ രീതിയിൽ ചോര വാർന്നതും. സ്വാഭാവികമായിട്ടും അവരുടെ ചിന്തയെല്ലാം മുത്തശ്ശിയിലേക്കായി. മുത്തശ്ശിക്കാണെങ്കിൽ സോഡിയം കുറഞ്ഞ ഒരു അസുഖമുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം മരുന്നുകളും മറ്റുമൊക്കെ കഴിക്കുന്നുമുണ്ട്. തുടർന്ന് അങ്കമാലി പോലീസിനെ ഡോക്ടർമാർ വിവരമറിയിക്കുകയായിരുന്നു. ഈ മുറിവ് ആഴമേറിയതാണ് എന്നും മറ്റെന്തോ ആയുധങ്ങൾ കൊണ്ടുണ്ടായതാണ് എന്നും ഇത് കുട്ടിയുടേത് കൊലപാതകമാണ് എന്ന സംശയവും ഡോക്ടർമാർ പങ്കുവച്ചു. 9:33 ആയപ്പോൾ ഒരു കുട്ടി മരിച്ചു, ഡെത്ത് ഡിക്ലെയർ ചെയ്യണം, 6:05 വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും പെൺകുട്ടിയുടെ ആങ്ങള വന്നിട്ടുണ്ടായിരുന്നു, പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു കഴുത്ത് മുറിച്ചേക്കണമെന്ന് അവർ പറഞ്ഞു. കുട്ടി മരിച്ച കാര്യം അറിഞ്ഞതോടെ മുത്തശ്ശി അബോധാവസ്ഥയിലാവുകയും തുടർന്ന് പോലീസും തൊട്ടയൽവാസിയും ചേർന്നാണ് മുത്തശ്ശിയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. കുഞ്ഞിൻ്റെ മൃതദേഹം തൊട്ടടുത്ത മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടവും മറ്റ് നടപടിക്രമങ്ങളും കടക്കുക. ചേച്ചീനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അത് അവിടെ ഞങ്ങൾ അതിന് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കൊച്ചിൻ്റെ അച്ഛനെയും കൊണ്ട് ഇവിടെ വന്ന് പോലീസുകാരോട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അകത്ത് കയറിപ്പോയി ചേച്ചി അവിടെ കട്ടുമ്പോൾ കിടക്കുന്നു. അപ്പോൾ കട്ടുമ്പോൾ കിടക്കുമ്പോൾ വേറെ അവരുടെ കൂടെ തന്നെയുള്ള ഒരാൾ, ആൻ്റണി എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ച് എണീപ്പിച്ചിട്ട് ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ഇങ്ങനെ ഓർക്കോളിക കഴിക്കുന്നുണ്ട് വൈകുന്നേരം. അപ്പോൾ അതെടുത്തൊക്കെ കഴിച്ചിട്ടുണ്ടാവും സംശയം പറഞ്ഞതിൻ്റെ പേരിൽ പോലീസുകാർ അപ്പോൾ തന്നെ തീരെ ഔഷധമായി കണ്ടതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ വണ്ടിയിൽ തന്നെ കയറ്റിയിട്ട് MIGG ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്കമാലി പോലീസ് എന്തായാലും ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. കൊലപാതകമാണ് എന്ന സംശയം തന്നെയാണ് പോലീസിൻ്റെ മുന്നിലും ഉള്ളത്. മനോജ് മാടശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.